ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു നിയമമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂളോംസ് ലോ. കൂളോംസ് ലോ ഒരു ലോയുടെ പേര് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് ഓർക്കേണ്ടുന്നത് എന്തിനെക്കുറിച്ചിട്ടാണ് ഈ ലോ സംസാരിക്കുന്നത് എന്നതാണ്. ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സുകളെ കുറിച്ചിട്ടാണ് കൂളോംസ് ലോ പറയുന്നത്. ചാർജ്, ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു ചാർജ് ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഇവിടെ ഒരു 10 കൂളംബ് ചാർജ് ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? ഇവിടെ 10 കിലോഗ്രാം മാസ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുക? 10 കിലോഗ്രാം മാസുള്ള ഒരു ബോഡി, ഒരു വസ്തു ഇവിടെ ഇരിപ്പുണ്ടെന്നാണ്. എങ്കിൽ 10 കൂളംബ് ചാർജ് ഇവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? 10 കൂളംബ് ചാർജുള്ള ഒരു ബോഡി ഇവിടെ ഇരിപ്പുണ്ടെന്നാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ +10 കൂളംബ് ചാർജുള്ള ഒരു ബോഡി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഒരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ അടുത്ത് വേറൊരു ചാർജുള്ള ബോഡി ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഒരു 12 കൂളംബ് ചാർജുള്ള മറ്റൊരു ബോഡി ഇതിൻ്റെ അടുത്തിരിപ്പുണ്ട്. +12 കൂളംബ് ചാർജുള്ള ഒരു ബോഡി. അപ്പോൾ 2 പോസിറ്റീവ് ചാർജുള്ള, സിമിലർ ചാർജുള്ള 2 ബോഡികൾ ഇരിക്കുന്നതായിട്ട് കാണാമല്ലോ. ഈ 2 ബോഡികൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാകും. സിമിലർ ചാർജുകളായതുകൊണ്ടാണ് അവ റിപ്പൽ ചെയ്യും. ഡിസിമിലർ, അൺലൈക്ക് ചാർജസ് ആയിരുന്നെങ്കിൽ അവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്തേനെ. അപ്പോൾ ചാർജുകൾ തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഫോഴ്സ് ഓഫ് റിപ്പൽഷനോ ഉണ്ടാകും. ദർ വിൽ ഓൾവേസ് ബി എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 ചാർജസ്. ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവ റിപ്പൽ ചെയ്യുകയും അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അവ അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഈ വസ്തു ബി എന്ന് പറയുന്ന ഈ വസ്തുവിനെ ഒരു ബലം ചെലുത്തുന്നു. റിപ്പൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു ബലം ചെലുത്തുന്നു. അതേ സമയത്ത് ബി എന്ന് പറയുന്ന വസ്തു അതേ ബലം എയിൽ ഇങ്ങോട്ട് ചെലുത്തും. അതാണ് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ. എന്നാൽ ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. എ എന്ന് പറയുന്ന വസ്തു ബി എന്ന് പറയുന്ന വസ്തുവിൽ ഒരു ബലം ഉപയോഗിച്ച് ബിയെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അട്രാക്ഷൻ ആണെന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന വസ്തു അതേ ബലം ഉപയോഗിച്ച് എയെ അങ്ങോട്ട് വലിക്കും. ഇതാണ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനും റിപ്പൽഷനും. അപ്പം ഞാൻ പറഞ്ഞത് 2 ചാർജുകൾ തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് 2 ചാർജ്ഡ് ബോഡികൾ തമ്മിൽ എപ്പോഴും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ ചാർജസ്. പക്ഷേ ഈ ചാർജ്ഡ് ബോഡികൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനെ കുറിച്ചോ അല്ല കൂളോംസ് ലോ പറയുന്നത്. കൂളോംസ് ലോ പറയുന്നത് പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ കുറിച്ചാണ്. അപ്പോൾ എന്താണ് പോയിൻ്റ് ചാർജ് എന്നറിയണം. ഫോർ എക്സാമ്പിൾ, ഇതൊരു സ്പിയർ ആണെന്ന് വിചാരിക്കുക. ഇതിനകത്തുള്ള ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. 10 കൂളമ്പുണ്ട്. ഇതിനകത്ത് -12 കൂളമ്പ് ചാർജുള്ള വേറൊരു ബോഡി, വേറൊരു സ്പിയർ. ഈ സ്പിയറുകൾ തമ്മിലുള്ള അകലം അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്പിയറിൻ്റെ സൈസ് വളരെ ചെറുതാണെന്ന് കരുതൂ. അതായത് 2 ചാർജ്ഡ് സ്പിയറുകൾ തമ്മിലുള്ള അകലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവയുടെ സൈസ് നെഗ്ലിജിബിളി സ്മോൾ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടിനെയും പോയിൻ്റ് ചാർജുകളായിട്ട് കരുതാനാണ് കൺസെപ്റ്റ്. അതാണ് എന്ന് പറഞ്ഞാൽ 10 കൂളമ്പ് ചാർജും ഒരു പോയിന്റിലിരിക്കുന്നതായി കരുതാം. ഈ -12 കൂളമ്പ് ചാർജും ഒരു പോയിന്റിലിരിക്കുന്നതായി കരുതാം. ഇതിനെയാണ് പോയിന്റ് ചാർജ് എന്ന് വിളിക്കുക. പ്രാക്ടിക്കലി പോയിന്റ് ചാർജുകളില്ല, ചാർജ്ഡ് ബോഡീസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിയററ്റിക്കലി പറയുന്നു 2 പോയിന്റ് ചാർജുകൾ. പോയിന്റ് ചാർജ് എന്ന് പറയുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലായി കാണും. ഒരു പോയിന്റ്, ഒരു വളരെ ചെറിയ സ്ഥലത്തിരിക്കുന്ന ചാർജ്. ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഈ ചാർജിനെ ഞാൻ Q1 എന്ന് വിളിക്കും.
അതായത് ഈ ചാർജിൻ്റെ അളവ് Q1 ആണ്. ഫോർ എക്സാമ്പിൾ 2 കൂളംബ് എന്ന് കരുതിക്കോ. ഇവിടെ മറ്റൊരു പോയിൻ്റ് ചാർജ് ഇരിക്കുന്നു Q2, അതും പോയിൻ്റ് ചാർജാണ്. അത് ഫോർ എക്സാമ്പിൾ 4 കൂളംബാന്ന് വിചാരിച്ചു. 2 പോയിൻ്റ് ചാർജുകൾ സ്റ്റേഷനറി ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന 2 പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ ഉണ്ടാവാമല്ലോ ഇവർ തമ്മിൽ. ഇപ്പോൾ ഇവർ തമ്മിൽ റിപ്പൽഷനാണ്, സിമിലർ ചാർജസ് ആയതുകൊണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദിസ് ചാർജസ് ദർ മേ ബി അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് ഫോഴ്സ്. ഈ ഫോഴ്സിനെ കുറിച്ചാണ് കുളംബ്സ് ലോ പറയുന്നത്. ഇപ്പോൾ കുളംബ്സ് ലോ പറയുന്നത് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന 2 പോയിൻ്റ് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ റിപ്പൽഷനോ അവയുടെ അളവിനെ കുറിച്ചിട്ടാണ്, അവ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് കുളംബ്സ് ലോ പറയുന്നത്. 2 സ്റ്റേഷനറി പോയിൻ്റ് ചാർജുകൾ ഇവിടെ ഇരിക്കുന്നു. ഇവർ തമ്മിൽ ഉള്ള ഈ 2 സ്റ്റേഷനറി ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് നോക്കി കുളംബ്. അതിനുശേഷം ഈ Q2വിനെ അതിൻ്റെ അളവിനെ അങ്ങനെ വെച്ചുകൊണ്ട് Q1ൻ്റെ അളവ് 2 കൂളംബിൽ നിന്ന് കൂട്ടുമെന്ന് വിചാരിക്കുക. അങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ്, റിപ്പൽസീവ് ഫോഴ്സാണ് ഇപ്പോൾ ഉള്ളത്, അത് കൂടുന്നതായിട്ട് മനസ്സിലായി. അപ്പോൾ ഒരു കാര്യം പിടികിട്ടി, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ദീസ് 2 സ്റ്റേഷനറി ചാർജ് F ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫസ്റ്റ് ചാർജ് Q1. Q1 ഇൻക്രീസ് ചെയ്താൽ ഇവർ തമ്മിൽ ഉണ്ടായിരുന്ന ഫോഴ്സും ഇൻക്രീസ് ചെയ്യും. അതേപോലെ Q1 അങ്ങനെ വെച്ചിട്ട് Q2 ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ഫോഴ്സ് കൂടുന്നതായിട്ട് മനസ്സിലായി. Q2 കുറയ്ക്കുമ്പം തമ്മിലുള്ള ഫോഴ്സും കുറയും. അപ്പോൾ Q2വിനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതാം F പ്രൊപ്പോർഷണൽ ടു Q1 ഇൻറ്റു Q2 എന്ന് എഴുതാം. ഇനി ഇവർ തമ്മിൽ ഈ ചാർജിൻ്റെ അളവ് അങ്ങനെ വെച്ചുകൊണ്ട്, പോയിൻ്റ് ചാർജിൻ്റെ അളവ് വെച്ചുകൊണ്ട് ഇവർ തമ്മിലുള്ള ദൂരം കൂട്ടുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഫോഴ്സ് കുറയുന്നതായിട്ട് മനസ്സിലായി. ദൂരം കുറയ്ക്കുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഫോഴ്സ് കൂടുന്നതായിട്ട് മനസ്സിലായി. അടുത്ത് വരുമ്പോൾ ഫോഴ്സ് കൂടും. അപ്പം ഈ ഫോഴ്സ് ഇവർ തമ്മിലുള്ള ദൂരത്തെ R എന്ന് വിളിച്ചാൽ ആ ദൂരത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടാണ് കണ്ടത്. അതായത് ഈ ദൂരം ഇവിടെ ഇരട്ടിയാക്കിയാൽ ഫോഴ്സ് 4/1 കുറയും. ദൂരം പകുതിയാക്കിയാൽ ഫോഴ്സ് 4 ഇരട്ടിയായി കൂടും. ദാറ്റ് ഈസ് ഇതാണ് കുളംബ്സ് ലോയുടെ മാത്തമാറ്റിക്കൽ ഫോം. ഇതങ്ങോട്ട് സ്റ്റേറ്റ് ചെയ്താൽ കുളംബ്സ് ലോ ആയി. ഇതെങ്ങനെ സ്റ്റേറ്റ് ചെയ്യും? ഇതെന്താണ് എഴുതിയിരിക്കുന്നത്? ഫോഴ്സാണ്. എന്ത് ഫോഴ്സ്? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആവാം, റിപ്പൽഷൻ ആവാം. ആര് തമ്മിൽ? 2 സ്റ്റേഷനറി പോയിൻ്റ് ചാർജസ്. ദാറ്റ് ഈസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ 2 stationary point charges F is directly proportional to product of their charges and inversely proportional to square of the distance between them. This is a statement of Coulomb's law അഥവാ Coulomb's inverse square law എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ Coulomb's law states that Coulomb's law says about what? The force between 2 stationary point charges. According to Coulomb's law, the force of attraction or repulsion between 2 stationary point charges is directly proportional to the product of their charges and inversely proportional to square of the distance between them. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ ആലോചിച്ചോണം. Coulomb's law വാലിഡ് ആവുന്നത് പോയിൻ്റ് ചാർജുകളായിരിക്കണം, 2ഉം സ്റ്റേഷനറി ആയിരിക്കണം. സ്റ്റേഷനറി പോയിൻ്റ് ചാർജുകളുടെ കേസിലാണ് കുളംബ്സ് ലോ ബാധകമായിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക. ഇനി അപ്പോൾ ഇങ്ങനൊരു ലോ എഴുതിയാൽ പ്രൊപ്പോർഷണാലിറ്റി സൈൻ നമ്മൾ ഫിസിക്സിൽ സാധാരണ മാറ്റുന്നത് എഫ് ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഗുണിക്കലാണ് ചെയ്യുക. കോൺസ്റ്റൻ്റ് 1/4 കോൺസ്റ്റൻ്റ് ആണല്ലോ, പൈ കോൺസ്റ്റൻ്റ് ആണല്ലോ. പിന്നെ ഞാൻ ഒരു കോൺസ്റ്റൻറ്റും കൂടെ എഴുതുന്നു, എപ്സിലോൺ എന്ന്. ഈ കോൺസ്റ്റൻറ്റിന് ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ് അല്ല, ഗ്രീക്ക് ആൽഫബറ്റാണ്. ഗ്രീക്ക് ആൽഫബറ്റിൽ എപ്സിലോൺ, ഇപ്പോൾ ഇത് എപ്സിലോൺ എന്നാണ് വിളിക്കുന്നത്, എപ്സിലോൺ എന്ന് വിളിക്കും. നമ്മൾ ഒരുപാട് ഗ്രീക്ക് ലെറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്, സൈ, പൈ, ന്യൂ, ടോ എന്നൊക്കെ നമ്മൾ പഠിച്ച ഈ ഗ്രീക്ക് ലെറ്റേഴ്സാണ്. 1/4 എപ്സിലോൺ. ഇതുവരെ 4ഉം പൈ നിങ്ങൾക്ക് അറിയാം, എപ്സിലോണേ ഉള്ളൂ സംശയം. ഇത് മൊത്തത്തിലൊരു കോൺസ്റ്റൻ്റ് എന്ന് വിചാരിച്ചാൽ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R². എന്താണ് ഈ എപ്സിലോൺ?
എപ്സിലോൺ എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളുടെ ഇടയിലുള്ള മീഡിയം. ഈ 2 പോയിന്റ് ചാർജുകൾക്ക് വേണമെങ്കിൽ വായുവിലിരിക്കാം, അവയ്ക്കിടയിലുള്ള മീഡിയം വായുവാകാം. ഈ 2 പോയിന്റ് ചാർജുകൾക്ക് വെള്ളത്തിൽ മുക്കി വെക്കാം, അപ്പോൾ ചാർജുകൾക്കിടയിലുള്ള സ്ഥലത്തെ മീഡിയം വെള്ളമാകാം. മണ്ണെണ്ണയിൽ മുക്കി വയ്ക്കാം. അപ്പോൾ ഈ 2 ചാർജുകൾക്കിടയിൽ ഏത് മീഡിയം വേണമെങ്കിലും ആകാം. ആ മീഡിയത്തിനനുസരിച്ച് മാറുന്ന ആ മീഡിയത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എപ്സിലോൺ. എപ്സിലോണിനെ നമ്മൾ പറയുന്നത് ഈ ചാർജുകൾക്കിടയിൽ ഏത് മീഡിയമാണോ ഉള്ളത് ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. പെർമിറ്റിവിറ്റി കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ. ഓരോ മീഡിയത്തിനും പെർമിറ്റിവിറ്റി വ്യത്യാസമാണ്. വെള്ളത്തിൻ്റെ പെർമിറ്റിവിറ്റിയുടെ വിലയല്ല മണ്ണെണ്ണയുടെ, അതല്ല എയറിൻ്റെ, അതല്ല റബ്ബറിൻ്റെ, അതല്ല മൈക്കയുടെ. നമുക്കറിയാം വെള്ളത്തിൻ്റെ ഡെൻസിറ്റി അല്ലല്ലോ പിന്നെ മണ്ണെണ്ണയുടെ ഡെൻസിറ്റി അതല്ലല്ലോ പെട്രോളിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഓരോ മീഡിയത്തിനും ഓരോ പ്രോപ്പർട്ടി, ഡെൻസിറ്റി പോലെ റെസിസ്റ്റിവിറ്റി പോലെ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച യങ്സ് മോഡുലസ്, അത് ഓരോ മീഡിയത്തിനും ഓരോന്നാണ്. അതുപോലെ ഒരു മീഡിയത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി. ഓരോ മീഡിയത്തിനും ഓരോ പെർമിറ്റിവിറ്റിയാണ്. നിങ്ങൾ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കേണ്ടുന്നത് ആ ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. അപ്പോൾ 1/4πε Q1 Q2 /r² എന്ന് എഴുതും. അപ്പോൾ നമുക്ക് ഈ പെർമിറ്റിവിറ്റിയെക്കുറിച്ച് ഒന്ന് നോക്കാം. ഈ പെർമിറ്റിവിറ്റി പലർക്കും പല വാല്യൂ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏറ്റവും കുറഞ്ഞ പെർമിറ്റിവിറ്റീൻ്റെ വാല്യൂ ഉള്ളത് എയറിനാണ്. എയറിനേക്കാൾ താഴെ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് വാക്വം എന്നൊക്കെ പറയുന്നത് സെയിം ആണ്. എയർ, വാക്വം ഓർ ഫ്രീ സ്പേസ്. അതിനേക്കാൾ താഴെ പെർമിറ്റിവിറ്റിൻ്റെ വാല്യൂ ഉള്ള വേറൊരു മീഡിയവും ഇല്ല. അപ്പോൾ അതിൻ്റെ പെർമിറ്റിവിറ്റി എത്രയാണെന്ന് നമുക്ക് നോക്കാം. എയറിൻ്റെ പെർമിറ്റിവിറ്റി അല്ലെ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി നിരന്തരം നമുക്ക് പ്രോബ്ലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരുന്നതുകൊണ്ട് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ ചാർജുകൾ ഇരിക്കുന്നത് എയറിലാണെന്ന് കരുതിക്കൊണ്ടാണ് തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് എയറിൻ്റെ പെർമിറ്റിവിറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനെ പ്രത്യേകം ഒന്ന് നൊട്ടേറ്റ് ചെയ്യുകയാണ് തിരിച്ചറിയാൻ വേണ്ടി. എപ്സിലോൺ ആണ് അതിനെ എയറിൻ്റെതാണെന്ന് അറിയാൻ വേണ്ടി എപ്സിലോൺ 0, ഫ്രീ സ്പേസ് ആണെന്ന് അറിയാൻ വേണ്ടി എപ്സിലോൺ 0. അപ്പോൾ ഫ്രീ സ്പേസ് അഥവാ എയറിൻ്റെ പെർമിറ്റിവിറ്റിയെ ചുമ്മാ വിളിക്കുന്ന നൊട്ടേറ്റ് ചെയ്യുന്നതാണ് എപ്സിലോൺ. സഫിക്സ് ആയിട്ട് 0 കൊടുക്കുന്നു. അതിൻ്റെ വാല്യൂ 8.85 × 10⁻⁻12 ആണ്. വാല്യൂ എഴുതുമ്പോൾ ഇതിനൊരു യൂണിറ്റ് വേണമല്ലോ. എപ്സിലോൺ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് കണ്ടെത്താൻ എന്താ മാർഗം? കഴിഞ്ഞ വർഷം യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് പഠിച്ചില്ലേ? യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസിനകത്ത് ഒരു ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ് അറിയണമെങ്കിൽ ആ ക്വാണ്ടിറ്റീൻ്റെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ മതി. അതുകൊണ്ട് ഇതിൽ നിന്ന് എപ്സിലോൺ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ എപ്സിലോൺ = 1/4π എഫ് അങ്ങോട്ടും പോയി എപ്സിലോൺ മുകളിലോട്ടും വന്നു. എഫ് × Q1 Q2 /r² ആണ്. ഇതനുസരിച്ച് എപ്സിലോണിൻ്റെ യൂണിറ്റ് എന്തുമായിരിക്കും? ന്യൂമറേറ്ററിൽ Q1 ഉണ്ട്, Q2 ഉണ്ട്. Q1 ചാർജിൻ്റെ യൂണിറ്റ് കൂളമ്പ്, Q2ൻ്റെ യൂണിറ്റും കൂളമ്പ്. അപ്പോൾ മുകളിൽ 2 കൂളമ്പ് വരുമ്പോൾ കൂളമ്പിൻ്റെ സ്ക്വയർ. 4πക്ക് യൂണിറ്റ് ഇല്ല. ഫോഴ്സ് ഡിനോമിനേറ്ററിൽ ന്യൂട്ടൺ. r ഡിസ്റ്റൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് മീറ്റർ. അതിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ. അപ്പോൾ കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റ്. അപ്പോൾ എയറിൻ്റെ പെർമിറ്റിവിറ്റിയെ നൊട്ടേറ്റ് ചെയ്യുന്നത് എപ്സിലോൺ 0. ഇത്രയും കൂളം സ്ക്വയർ പെർ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ആണ് പെർമിറ്റിവിറ്റി ഓഫ് എയർ ഓർ ഫ്രീ സ്പേസ്. അതാണ് ഏറ്റവും ചെറിയ പെർമിറ്റിവിറ്റി ഉള്ളത് എയർ അഥവാ ഫ്രീ സ്പേസിനാണ്. ഏറ്റവും കൂടിയ പെർമിറ്റിവിറ്റി ഉള്ള മീഡിയം മെറ്റലുകളാണ്. മെറ്റലുകളുടെ അതിന് എപ്സിലോൺ 0 എന്ന് വിളിക്കത്തില്ല. എയറിനെ മാത്രമേ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നുള്ളൂ. എയറിൻ്റെ മെറ്റലിൻ്റെ പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയാണ്. ബാക്കി എല്ലാ മീഡിയത്തിനും വാട്ടർ, പെട്രോൾ, ബാക്കി എല്ലാ മീഡിയത്തിനും ഇതിനും ഇടയിലാണ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ. അപ്പോൾ ഏറ്റവും കുറവ് ഫ്രീ സ്പേസിന്, ഏറ്റവും കൂടുതൽ മെറ്റലിന്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഏത് മീഡിയമാണോ ഇടയ്ക്കുള്ളത് ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഇവിടെ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എയർ ആണ് മീഡിയമെങ്കിൽ ഈ ഇക്വേഷനെ എങ്ങനെ റൈറ്റ് ചെയ്യാം? F = 1/4π എപ്സിലോൺ എയർ ആയതുകൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നത് എപ്സിലോൺ 0 എന്നേ ഉള്ളൂ. ഇപ്പോഴും പെർമിറ്റിവിറ്റി തന്നെയാണ്. Q1 Q2 /r². എപ്പോഴും നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ 2 ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ എപ്സിലോൺ 0യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എയറിലാണെങ്കിൽ. അപ്പോൾ ഈ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചാൽ 4ൻ്റെയും πൻ്റെയും വാല്യൂ കൂടെ കൊടുത്ത് മൊത്തത്തിൽ ഈ 1/4π എപ്സിലോൺ 0യുടെ വില നേരത്തെ റെഡിമെയ്ഡായിട്ട് വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെക്കാം. ആ വാല്യൂ ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9 × 10⁻⁹
ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഇത് എപ്പോഴാണ്? എയറിലാവുമ്പോൾ അഥവാ ഫ്രീ സ്പേസിൽ അഥവാ വാക്വത്തിലാവുമ്പോഴാണ്. മനസ്സിലായല്ലോ? ഇതാണ് കുളംസ് ലോ. ഇവിടെ ഇനി ഞാൻ ഒരു ചെറിയ ചർച്ചയും കൂടെ എപ്സിലോണുമായി ബന്ധപ്പെട്ട് നടത്തുന്നു. എല്ലാ മീഡിയത്തിനും ഓരോ മീഡിയത്തിനും ഓരോ എപ്സിലോൺ പെർമിറ്റിവിറ്റി ഉണ്ട്. അതിലേറ്റവും കുറവുള്ളത് എയറിനാണ്, ബാക്കി എല്ലാ എയർ അഥവാ വാക്വത്തിനാണ്, ബാക്കി എല്ലാത്തിനും ഇതിൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ ടേംസിൽ ബാക്കി എല്ലാവരുടെയും പെർമിറ്റിവിറ്റി പറയാം. ഫോർ എക്സാമ്പിൾ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി ഇത്രയുണ്ടെന്ന് പറയുന്നു. അത് എന്തായാലും എയറിനെക്കാട്ടി കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ എയറിൻ്റെ എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിച്ച് വെച്ചാൽ മതി. എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിച്ച് ആ സംഖ്യ ഓർത്ത് വെച്ചാൽ പിന്നെ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ സംഖ്യ എത്രയാണോ, എത്ര ഇരട്ടിയാണെന്ന് കണ്ടുപിടിച്ച സംഖ്യ എത്രയാണോ അതേ ഇൻറ്റു എയറിൻ്റെ പെർമിറ്റിവിറ്റി പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? അതായത് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് പോലെ വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയുമായിട്ട് കമ്പയർ ചെയ്ത് എല്ലാ വസ്തുക്കളുടെയും റിലേറ്റീവ് ഡെൻസിറ്റി, ഇപ്പോൾ കോപ്പറിൻ്റെ റിലേറ്റീവ് ഡെൻസിറ്റി ഫോർ എക്സാമ്പിൾ 3.5 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വാട്ടറിൻ്റെ ഡെൻസിറ്റിയുടെ 3.5 ഇരട്ടി ഡെൻസിറ്റി ഉണ്ട് കോപ്പറിന്. അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി പറയുന്നത് പോലെ ഞാൻ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നു. അതായത് എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങാന്ന് കണ്ടെത്താൻ എന്ത് ചെയ്യും? വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റിനെ എപ്സിലോൺ എന്ന് വിളിച്ചാൽ അതിനെ എപ്സിലോൺ 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് ഈ പറയുന്ന വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എത്ര മടങ്ങുണ്ടെന്ന് കിട്ടും. ഫോർ എക്സാമ്പിൾ അത് 81 കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി എപ്സിലോൺ എന്ന് പറയുന്നത് എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ 81 മടങ്ങാണ്. അപ്പോൾ വാട്ടറിൻ്റെ പെർമിറ്റിവിറ്റി എഴുതാൻ എന്ത് ചെയ്താൽ മതി? 81 ഇൻറ്റു 8.85 ഇൻറ്റു 10⁻⁻12 എന്ന് എഴുതിയാൽ മതി. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഈ സംഖ്യ ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു സംഖ്യ കിട്ടും. ഈ സംഖ്യയ്ക്ക് യൂണിറ്റും കാണില്ല, ഡയമെൻഷനും കാണില്ല. ഈ സംഖ്യയെ നമ്മൾ ജനറലി വിളിക്കുന്ന പേര് ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. പെർമിറ്റിവിറ്റി റിലേറ്റീവ് ടു ദാറ്റ് ഓഫ് എയർ എന്നർത്ഥം. എപ്സിലോൺ ആർ എന്ന് വിളിക്കുന്നു. എല്ലാ മീഡിയത്തിൻ്റെയും റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ആ കിട്ടുന്ന സംഖ്യ യൂണിറ്റ് ലെസ് ഡയമെൻഷൻ ലെസ് സാധനമാണ് ഈ എപ്സിലോൺ ആർ, റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എക്സാമ്പിൾ, വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 81 ആണെന്ന് പറഞ്ഞാൽ അർത്ഥം വാട്ടറിന് എത്ര പെർമിറ്റിവിറ്റി എപ്സിലോൺ ഉണ്ടെന്ന്? 81 അതായത് എപ്സിലോൺ 0 ഇൻറ്റു 81. മൈക്കയുടെ പെർമിറ്റിവിറ്റി 5 ആണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൈക്കയുടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി 5 ആണെന്ന് പറഞ്ഞാൽ മൈക്കയ്ക്ക് എത്ര പെർമിറ്റിവിറ്റി ഉണ്ടെന്നാണ്? എപ്സിലോൺ എയറിൻ്റെ ഇൻറ്റു 5 മടങ്ങ്. അപ്പോൾ ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അതിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പെർമിറ്റിവിറ്റിയുടെ എപ്സിലോൺ ആർ മടങ്ങുണ്ടെന്ന്. അപ്പോൾ എപ്സിലോൺ ഈസ് ഈക്വൽ ടു ഒരു മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു എയറിൻ്റെ പെർമിറ്റിവിറ്റി ഇൻറ്റു ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ 0 എപ്സിലോൺ ആർ. അപ്പോൾ ജനറലായിട്ട് കൂളംസ് ലോ എഴുതുമ്പോൾ F is equal to 1/4π എപ്സിലോൺ, ഒരു മീഡിയത്തിൻ്റെ എപ്സിലോൺ എഴുതുന്നതിന് പകരം വേണമെങ്കിൽ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതാം. ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആണെങ്കിൽ ഇവിടെ എപ്സിലോൺ 0 ഉപയോഗിക്കണം. അതായത് എപ്സിലോണിന് പകരം എപ്സിലോൺ 0 എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. എയറിൻ്റെ എപ്സിലോൺ ആർ എത്ര? ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ എയറിൻ്റെ പെർമിറ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എയറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാനോ എയറിൻ്റെ പെർമിറ്റിവിറ്റിയെ ഡിവൈഡ് ചെയ്യുന്നത് എപ്പോഴും എയറിൻ്റെ കൊണ്ട് തന്നെ. എപ്സിലോൺ 0 1 അപ്പോൾ ഏറ്റവും കുറഞ്ഞ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഉള്ളത് എയറാണ്, അത് 1. അപ്പോൾ ഈ ഇക്വേഷനകത്ത് എയറാണ് ചാർജുകൾക്കിടയിലുള്ളതെങ്കിൽ ഈ ഇക്വേഷൻ എഴുതുമ്പോൾ എപ്സിലോൺ ആറിന് വരെ എത്ര കൊടുക്കണം? 1 കൊടുക്കണം. അപ്പോൾ എഫ് എത്ര കിട്ടും? 1/4π എപ്സിലോൺ 0 Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇവിടെ ഇപ്പോൾ വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ എന്ന് പറയുന്നത് 81. അങ്ങനെയാണെങ്കിൽ വാട്ടറിലിരിക്കുന്ന ചാർജുകൾ തമ്മിൽ എത്ര ഫോഴ്സ് കാണും? 1/4π എപ്സിലോൺ 0 എപ്സിലോൺ ആറിന് പകരം 81 കൊടുക്കണം. Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ 0 എപ്സിലോൺ ആർ എന്ന് എഴുതാം, അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് എഴുതാം. ഈ എപ്സിലോൺ ഏറ്റവും കുറവുള്ളത് ആർക്കാ? എയറിനാണ്.
അപ്പോൾ ഈ എയറിൽ രണ്ട് ചാർജുകൾ എയറിലിരിക്കുമ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ കൊടുക്കുന്ന എപ്സിലോൺ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത് എയറിലാവുമ്പോൾ ഏറ്റവും കുറവല്ലേ. അപ്പോൾ ഡിനോമിനേറ്ററിൽ കൊടുത്ത സാധനം ഏറ്റവും കുറവായതുകൊണ്ട് അവർ തമ്മിൽ കിട്ടുന്ന ഫോഴ്സ് ഏറ്റവും കൂടുതലായിരിക്കും. ഇപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഉള്ളത് അവ എയറിലിരിക്കുമ്പോഴായിരിക്കും. എന്നാൽ ആ എയറിന് പകരം കൂടുതൽ പെർമിറ്റിവിറ്റി ഉള്ള മീഡിയം നിറയ്ക്കുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള ഫോഴ്സ് കൂടുകയോ കുറയുമോ? ഫോർ എക്സാമ്പിൾ എയർ മാറ്റിയിട്ട് വെള്ളം നിറച്ചു, ഇവയ്ക്കിടയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്ന എപ്സിലോൺ എന്ന് പറയുന്നത് എയറിന് കൊടുത്ത എപ്സിലോൺ 0യുടെ 81 മടങ്ങുണ്ട് ആർക്ക്? വാട്ടറിന്. അപ്പോൾ ഇവിടെ കൊടുത്ത എപ്സിലോണിന് പകരം കൊടുത്ത സംഖ്യ നേരത്തെ എയർ ആയിരുന്നപ്പോൾ എപ്സിലോൺ 0 കൊടുത്തെങ്കിൽ ഇപ്പോൾ കൊടുക്കാൻ പോകുന്നത് 81 എപ്സിലോൺ 0യാണ്. കാരണം വാട്ടറിന് എയറിൻ്റെ എപ്സിലോൺ 0യുടെ 81 മടങ്ങാണ് അതിൻ്റെ പെർമിറ്റിവിറ്റി. അപ്പം പുതിയ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നേരത്തെ ഉള്ള ഇക്വേഷനകത്ത് എപ്സിലോൺ 0 മാത്രമേ ഉള്ളൂ, എയർ ഉള്ളപ്പോൾ വെള്ളം നിറച്ചപ്പോഴത്തേക്കിന് ഈ ഡിനോമിനേറ്ററിൽ ഒരു 81 കൂടെ വന്നു, അതിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിടെ വന്നു. ദാറ്റ് ഈസ് ഫോഴ്സ് കൂടിയോ കുറഞ്ഞോ? കുറഞ്ഞു. എത്ര മടങ്ങ് കുറഞ്ഞു? 1/81 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എയർ മാറ്റി വാക്വം മാറ്റി കൂടുതൽ പെർമിറ്റിവിറ്റി ഉള്ള മീഡിയം നിറയ്ക്കുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഫോഴ്സ് കുറഞ്ഞു വന്ന് ഈ മെറ്റൽ നിറച്ചാൽ എന്ത് സംഭവിക്കും? മെറ്റലിൻ്റെ എപ്സിലോൺ ഇൻഫിനിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റലിൻ്റെ എപ്സിലോൺ ഇൻഫിനിറ്റിയാണെന്ന് പറഞ്ഞു. അഥവാ അതുപോട്ടെ, മെറ്റലിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എത്ര ആയിരിക്കും? മെറ്റലിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ മെറ്റലിൻ്റെ പെർമിറ്റിവിറ്റി ഇൻഫിനിറ്റിയെ എപ്സിലോൺ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതും ഇൻഫിനിറ്റിയാണ്. നിങ്ങൾ മെറ്റൽ നിറച്ചാലുള്ള ഫോഴ്സ് കണ്ടെത്താൻ 1/4π എപ്സിലോൺ മെറ്റലിൻ്റെ എപ്സിലോൺ, അതിന് പകരം ഇൻഫിനിറ്റി കൊടുക്കുന്നു. 1/∞ F0 ആവുന്നു. ഫോഴ്സ് ഇല്ലാതാവും തമ്മിൽ, ഇടയ്ക്ക് മെറ്റാലിക് മീഡിയം ആണെങ്കിൽ. അപ്പോൾ ഇതാണ് മീഡിയത്തിൻ്റെ. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പെർമിറ്റിവിറ്റിയെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തൊരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇത് പഠിക്കാൻ ഇത് അത്യാവശ്യമായതുകൊണ്ടാണ് പെർമിറ്റിവിറ്റിയെക്കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് കുളംസ് ലോ ആണ്. എന്താണ് കുളംസ് ലോ? സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഈ ഇക്വേഷൻ പറഞ്ഞാൽ മതി. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു സ്റ്റേഷനറി പോയിന്റ് ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദെയർ ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയ കാര്യം പറഞ്ഞു. ഇനി കൂളംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കൂളംബ് ചാർജിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. കൂളംസ് ലോ ഉപയോഗിച്ചുകൊണ്ട് 1 കൂളംബ് ചാർജ് എന്ന് പറഞ്ഞാൽ ഏത് ചാർജിനെയാണ് 1 കൂളംബ് എന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. ഒന്നുകൂടെ നോക്കൂ. Q1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്, Q2 എന്ന് പറയുന്ന ഒരു പോയിന്റ് ചാർജ്, ഇവർ തമ്മിലുള്ള അകലം ഒരു R ആണെന്ന് കൂട്ടിക്കോ. പോസിറ്റീവ് ചാർജാണ്, തമ്മിൽ റിപ്പൽ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജിനെയോ അഥവാ ഈ ചാർജ് ഇതിനെയോ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും? എയർ ആയതുകൊണ്ട് 9 × 10⁹. നേരത്തെ ഞാൻ എഴുതിയ 1/4π എപ്സിലോൺ 0യുടെ വാല്യൂ ആണ് 9 × 10⁹ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ R² ആവത്തില്ലേ? അതായത് ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് Q1 Q2വിനെയും Q2 Q1നെയും റിപ്പൽ ചെയ്യും. വിചാരിക്കൂ, ഈ ഇരിക്കുന്ന Q1 ഒരു കൂളമ്പാണ്, Q2വും ഒരു കൂളമ്പാണ്. ഇവർ തമ്മിലുള്ള അകലം 6 കൃത്യം 1 മീറ്ററാണ്. ഇത് എയർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് 9 × 10⁹ ഇവിടെ ഉപയോഗിച്ചത്. അങ്ങനെ ആണെങ്കിൽ ഇയാൾ ഇയാളെയോ തിരിച്ച് ഇയാളെയോ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും? 9 × 10⁹. ഇതേ ഇൻറ്റു Q1 1, Q2 1, 1 × 1 ഡിവൈഡ് ബൈ 6ഉം 1. അപ്പോൾ 1 × 1 ഡിവൈഡ് ബൈ 1 1 തന്നെ. ദാറ്റ് ഈസ് 9 × 10⁹ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഇത് ഒരു കൂളമ്പും ഇതും ഒരു കൂളമ്പാണെങ്കിൽ ഇവർ തമ്മിൽ എയറിൽ ഇരിക്കുകയാണ്, തമ്മിലുള്ള അകലം 1 മീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇയാളെ ഇത്രയും ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യുമെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ തിരിച്ച് ചിന്തിക്ക്, ഏതോ ഒരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, എത്രയാണെന്ന് അറിയില്ല. അതുപോലൊരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, അതേപോലൊരു ചാർജ് ഇവിടെ ഇരിക്കുന്നു, എയറിലാണ് ഇരിക്കുന്നത്. അവർ തമ്മിലുള്ള അകലം 1 മീറ്ററുമാണ്. ഞാൻ നോക്കിയപ്പം ഈ ഇരിക്കുന്ന ചാർജ് തന്നെ പോലെ 1 മീറ്റർ അകലെ വായുവിലിരിക്കുന്ന മറ്റൊരു ചാർജിനെ കൃത്യം 9 × 10⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് റിപ്പൽ ചെയ്യുകയാണെന്ന് കണ്ടാൽ ഉറപ്പിച്ചൂടെ? 9 × 10⁹ ന്യൂട്ടൺ ഫോഴ്സ് വന്നാൽ Q1ഉം Q2ഉം എത്ര വീതമായതുകൊണ്ടാണ്? 1 കൂളമ്പ് വീതമായതുകൊണ്ടാണ്. എങ്കിൽ 1 കൂളമ്പ് എന്ന് പറയുന്ന ഫോഴ്സ് എത്ര? ഇത് 1 കൂളമ്പ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? തന്നെ പോലെ അത് എത്ര ആയിക്കോട്ടെ, ഇത് 1 കൂളമ്പാണെങ്കിൽ തന്നെ പോലെ ഒരു ചാർജ് തന്നിൽ നിന്നും 1 മീറ്റർ അകലെ എയറിലിരുന്നാൽ
അയാളെ 9 × 10⁹ ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇയാൾ റിപ്പൽ ചെയ്യുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും 1 കൂളംബ് വീതം ആയതുകൊണ്ടാണ് അങ്ങനെ റിപ്പൽ ചെയ്യുന്നത്. എന്താണ് 1 കൂളംബ് ചാർജ്? 1 കൂളംബ് ഈസ് ദാറ്റ് ചാർജ് വിച്ച് റിപ്പൽസ് എ സിമിലർ ചാർജ് placed 1 meter apart in air with a force 9 × 10⁹ ന്യൂട്ടൺ. ഏത് ചാർജാണോ തന്നെ പോലെ ഒരു ചാർജ് 1 മീറ്റർ അകലെ വായുവിലിരിക്കുമ്പോൾ 9 × 10⁹ ന്യൂട്ടൺ ഉപയോഗിച്ച് റിപ്പൽ ചെയ്യുന്നത്, അഥവാ അങ്ങനെ റിപ്പൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 ചാർജും 1 കൂളംബ് വീതമായിരിക്കും. 1 കൂളംബ് ഈസ് ദാറ്റ് ചാർജ് വിച്ച് റിപ്പൽസ് എ സിമിലർ ചാർജ് placed 1 meter apart in air, എയറിലായിരിക്കണം, with a force of 9 × 10⁹ Newton. Then what is the definition for 1 coulomb? Once more, 1 coulomb is that charge, ആ ചാർജാണ്, which repels a similar charge placed 1 meter apart in air. റിപ്പൽ ചെയ്യാൻ പോയാൽ with a force 9 × 10⁹ Newton. 1 coulomb is that charge which repels a similar charge placed 1 meter apart in air with a force of 9 × 10⁹ Newton. ഇങ്ങനെ 1 കൂളംബിൻ്റെ ഡെഫിനിഷനും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കൂളംബ്സ് ലോ ആണ് ഇന്ന് ചർച്ച ചെയ്തത്. തീരുന്നില്ല, ഇനി കൂളംബ്സ് ലോയിൻ്റെ വെക്റ്റർ ഫോം നമുക്ക് പഠിക്കാനുണ്ട്. കൂളംബ്സ് ലോയിൻ്റെ ചില കുഞ്ഞ് ആപ്ലിക്കേഷൻസും 1-2 ന്യൂമറിക്കൽ പ്രോബ്ലംസും നമുക്കിനി വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ബേസിക് ലോ ആണ്, ശ്രദ്ധിച്ച് ഇത് കേട്ട് പഠിക്കുക. താങ്ക് യു.